1951 ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ ഇലക്ഷനിൽ പാർട്ടികൾക്ക് ലഭിച്ച സീറ്റുകളുടെ കണക്കാണിത്. 2004 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സീറ്റ് 59 ഉയർന്നു. ഈ 59-ൽ 35 എംപിമാരും വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ളവരായിരുന്നു. എന്നാൽ ഇന്ന് വെസ്റ്റ് ബംഗാളിൽ ഒരു MP പോലും ഇല്ല. മാത്രമല്ല, ഇന്ത്യയിൽ ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളത് 8 സീറ്റുകൾ മാത്രമാണ്. ഒരു കാലത്ത് ഇന്ത്യൻ പാർലമെന്റിലെ ഒപ്പോസിഷൻ പാർട്ടിയായിരുന്ന 3 സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നെങ്ങനെ ഒരു സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങി? കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് കമ്മ്യൂണിസം സർവൈവ് ചെയ്തു? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് SFIയോടായിരുന്നു താല്പര്യം കൂടുതൽ. അതിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇറ്റ് പ്രൊമോട്ട്സ് ഇക്വാലിറ്റി, ഫ്രീഡം, പ്രണയം. രണ്ടാമത്തത്, അന്ന് ഒരു മെക്സിക്കൻ അപാരത എന്ന സിനിമ ഇറങ്ങിയ സമയമായിരുന്നു. SFIയുടെ ഭാഗമാവുക എന്നുള്ളത് എന്തോ കൂൾ മാസായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. മൂന്നാമത്തെ കാരണം, മറ്റൊരു പാർട്ടികൾക്കും ഇല്ലാത്ത കൾച്ചർ, ആർട്ട് എന്നിവ SFIക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ SFIനെ കുറിച്ചും കമ്മ്യൂണിസത്തെ കുറിച്ചും പഠിക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ പഠിക്കുന്തോറും ഇറ്റ് ഡിഡ് മേക്ക് എനി സെൻസ്. അപ്പോൾ എന്താണ് കമ്മ്യൂണിസം? എനിക്ക് രണ്ടാറുണ്ട്. അതിലൊന്നേ ഞാൻ തനിക്കുമായിരുന്നു. അതാണ് ടൂറിസം. എൻ്റെ രണ്ടാടിനെയും ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് 2 കുടം പാല് വീതം ദിവസം തരണം. അതാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസം ഒരു ഐഡിയോളജി ആയിട്ട് മാറുന്നത് 19-ാം നൂറ്റാണ്ടിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്ന സമയത്താണ്. അന്ന് ഒരുപാട് ഫാക്ടറികൾ ഉണ്ടാവുകയും അതിന് ഒരുപാട് പേര് തൊഴിലെടുക്കുകയും ഈ തൊഴിലെടുക്കുന്നവരെ മുതലാളിമാർ ചൂഷണം ചെയ്യാനും തുടങ്ങി. പണമുണ്ടാക്കുന്നവർ കൂടുതൽ പണമുണ്ടാക്കാനും പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരാകാനും തുടങ്ങി. ഈ സമയത്താണ് കാൾ മാർക്സും ഫെഡറിക് എൻജിൻസും കൂടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിൽ പറയുന്ന ആശയം ഇതാണ്: സമൂഹത്തിൽ 2 വിഭാഗമുണ്ട്. ഒന്ന് മുതലാളിമാർ അല്ലെങ്കിൽ ബൂർഷ്വാസികൾ, 2 തൊഴിലാളികൾ. ഇതിലെ തൊഴിലാളികൾ വിപ്ലവം നടത്തുകയും ഫാക്ടറികൾ, കമ്പനികളുടെ ഓണർഷിപ്പ് എല്ലാവരുടേതുമാക്കുകയും അങ്ങനെ ഒരു ക്ലാസ്ലെസ് ആയൊരു സമൂഹം ഉണ്ടാവും എന്നുള്ളതാണ് ഈ മാനിഫെസ്റ്റോയിൽ പറയുന്നത്. ഇവിടെ ക്ലാസ്ലെസ് എന്നോട് ഉദ്ദേശിച്ചത് നമ്മുടെ സൊസൈറ്റിയിൽ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, ലോ ക്ലാസ് എന്നിങ്ങനെ സാമ്പത്തികമായുള്ള വേർതിരിവുണ്ടല്ലോ, ഇതൊന്നുമില്ലാത്ത ഫിനാൻഷ്യലി എല്ലാവരും ഈക്വൽ ആയിട്ടൊരു സമൂഹം ഉണ്ടാവും എന്നാണ് ഈ മാനിഫെസ്റ്റോയിൽ പറയുന്നത്. ഈ കൺസെപ്റ്റ് ഒറ്റ നോട്ടത്തിൽ ശരിയായിട്ട് തോന്നുമെങ്കിലും ഇത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. മാത്രമല്ല, ഈ കൺസെപ്റ്റ് എല്ലായ്പ്പോഴും കമ്മ്യൂണിസത്തെ ഏകാധിപത്യത്തിലേക്കാണ് നയിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്ന സമയത്ത് കാൾ മാർക്സ് പ്രതീക്ഷിച്ചിരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം ജർമ്മനിയിലോ ബ്രിട്ടനിലോ നടക്കുമെന്നായിരുന്നു. കാരണം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത് ഈ 2 രാജ്യങ്ങളിലായിരുന്നു. എന്നാൽ ആദ്യം നടന്നത് 1917-ൽ ലെനിൻ്റെ നേതൃത്വത്തിൽ റഷ്യയിലായിരുന്നു. അന്ന് റഷ്യയിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാര്യമായി ഇതിൽ സംഭവിച്ചിട്ടില്ല. തൊഴിലാളികളെക്കാൾ കൂടുതൽ കർഷകരാണ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും കാൾ മാർക്സിന്റെ കമ്മ്യൂണിസത്തിൽ ലെനിൻ്റെതായ മാറ്റങ്ങൾ വരുത്തി. മാർക്സിന്റെ ആശയം എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള, സമൂഹത്തിൽ എല്ലാവർക്കും തുല്യ പങ്കുള്ള ഒരു ലോകമായിരുന്നു. ഇതൊരു പക്ഷേ 20-30 പേരുള്ളൊരു ഗ്രാമത്തിനാണെങ്കിൽ നടക്കുമായിരിക്കാം. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു രാജ്യത്ത് ആളുകളെ കൺട്രോൾ ചെയ്യാൻ ഒരു സിസ്റ്റം വേണം. കാരണം സൈക്കോളജിക്കലി മനുഷ്യന്മാരെല്ലാവരും സ്വന്തം കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കാറുള്ളത്. ഇതറിയുന്ന ലെനിൻ ബോൾഷെവിക് പാർട്ടി എന്ന പേരിൽ ഒരു പാർട്ടി രൂപീകരിക്കുകയും ഭരണത്തിലേറുകയും ചെയ്തു. ഇതുവരെ നിങ്ങൾ സ്കൂളിൽ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് റഷ്യയിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയിക്കാൻ സാധ്യത കുറവാണ്. ഭരണത്തിലേറിയ ലെനിൻ ആദ്യം ചെയ്തത് റഷ്യയിൽ ഒരു 1 പാർട്ടി കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് റഷ്യ ഭരിക്കാൻ ഒരു പാർട്ടി മതി. ഇതിന്റെ ഭാഗമായി 1917 മുതൽ 1922 വരെ റഷ്യയിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടാവുകയും 1 മുതൽ 2 ലക്ഷം പേർ വരെ കൊല്ലപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതിനേക്കാൾ ഭീകരമായിരുന്നു ലെനിന് ശേഷം വന്ന ജോസഫ് സ്റ്റാലിൻ. സ്റ്റാലിനെതിരെ സംസാരിക്കുമെന്ന് സംശയമുള്ളവരെ എല്ലാവരെയും കൊന്നൊടുക്കി. ഇതിൽ സ്റ്റാലിൻ തന്നെ പാർട്ടിയിലെ പ്രവർത്തകരും പട്ടാളക്കാരും സാധാരണക്കാരും ഉൾപ്പെടെ 7 മുതൽ 10 ലക്ഷം പേർ വരെ ഇതിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടു. ഇതിനെ ഗ്രേറ്റ് പേർജ് എക്സിക്യൂഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, സ്റ്റാലിൻ ഫാക്ടറികളെയും ബിസിനസ്സുകളെയും കൃഷിയെയും എല്ലാം ഗവൺമെന്റിന് കീഴിൽ കൊണ്ടുവരികയും മറ്റുള്ള എല്ലാവരെയും കൊണ്ടും ഇതിന് കീഴിൽ മൃഗീയമായി പണിയെടുപ്പിക്കുകയും ചെയ്തു. ഈ പണിയെടുക്കുന്നവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലും സ്റ്റാലിന് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇതിന്റെ ഭാഗമായി പിന്നെയും 10 മുതൽ 20 ലക്ഷം പേർ വരെ കൊല്ലപ്പെട്ടു. പിന്നീട് 1991-ൽ USSRന്റെ തകർച്ചയോടെയാണ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിക്കുന്നത്. ഒറ്റൊരു രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം വെച്ചുകൊണ്ട് കമ്മ്യൂണിസത്തെ മൊത്തമായി വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് സമാനമായ വിപ്ലവത്തിലൂടെ കമ്മ്യൂണിസം വന്ന മറ്റൊരു രാജ്യത്തെ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്: ചൈന. കാൾ മാർക്സിലും റഷ്യൻ റവല്യൂഷനിലും ഇൻസ്പയർഡ് ആയിട്ടാണ് 1921-ൽ മാവോയിസ തുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്. റഷ്യയിൽ നടന്നതുപോലെ ചൈനയിലും ഇവരാദ്യം ചെയ്തത് എതിർ പാർട്ടികളെ, എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായി ചൈനയിലെ നാഷണലിസ്റ്റുകളായ ചിയാങ് കൈഷക്കിന്റെ നേതൃത്വത്തിലുള്ള കൊമിങ്താം പാർട്ടിയുമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊമ്പ് കോർക്കുന്നത്. ഇതിനിടയിലുണ്ടായ ദ ലോങ് മാർച്ച്, അതുപോലെ ഭൂമി ഒരുപാട് കൈവശം വെച്ചറിൽ നിന്നും കർഷകർക്ക് അത് വിതരണം ചെയ്തത്, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും മാവോയിസ തുങ്ങിനെയും ജനകീയമാക്കി.
നീണ്ട ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ 1949 കമ്മ്യൂണിസ്റ്റുകാർ വിജയിക്കുകയും ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ചൈനയിൽ ആ സമയത്തും ഇപ്പോഴും എതിർ പാർട്ടിയോ ജനാധിപത്യമോ ഇല്ല. മീഡിയയും അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യവും വളരെയധികം ലിമിറ്റഡ് ആണ്. ചൈന ഇന്ന് ഭരിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ചൈനയിൽ സമ്പദ് വ്യവസ്ഥ മിക്സഡ് എക്കോണമിയാണ്. ഇൻഫാക്ട് ലോകത്തെവിടെയും മുഴുവനായും ക്യാപിറ്റലിസ്റ്റ് ആശയങ്ങളോ മുഴുവനായും സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോ നടപ്പിലാക്കുന്ന രാജ്യങ്ങളില്ല. എല്ലാ രാജ്യങ്ങളിലും മിക്സ്ഡ് എക്കോണമിയാണുള്ളത്. കാരണം അതാണ് ഒരു രാജ്യത്ത് പ്രാക്ടിക്കലി നടക്കുകയുള്ളൂ. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 5 രാജ്യങ്ങൾ ഭരിക്കുന്നുണ്ട്: ചൈന, ക്യൂബ, വിയറ്റ്നാം, ലാവോസ്, നോർത്ത് കൊറിയ. ഈ 5 രാജ്യങ്ങൾക്കും കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? 5 രാജ്യങ്ങളും ഏകാധിപത്യ രാജ്യമാണ്. അതായത് ജനാധിപത്യത്തിന്റെ ഒരംശം പോലും ഈ 5 രാജ്യങ്ങളിലില്ല. ഇനി നമുക്ക് കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസം പരിശോധിക്കാം. ലെനിന്റെ കൂടെ നിൽക്കുന്ന ഈ വ്യക്തിയാണ് MN റോയ്. കാൾ മാർക്സിലും റഷ്യൻ റവല്യൂഷനിലും ഇന്ത്യയിൽ നിന്നും ഒരുപാട് പേര് ആകർഷകരായിട്ടുണ്ടായിരുന്നു. ഇവരെ ഇന്റർനാഷണൽ കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് ബന്ധിപ്പിക്കുന്നത് MN റോയ് ആണ്. പക്ഷേ റഷ്യയിൽ കമ്മ്യൂണിസം ഏകാധിപത്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ MN റോയ് അതിനെ വിമർശിക്കുകയും 1940 ഡെമോക്രസി, വ്യക്തി സ്വാതന്ത്ര്യം, സയന്റിഫിക് ഹ്യൂമനിസം എന്നീ കാഴ്ചപ്പാടുകളോടുകൂടി റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിക്കുന്നുണ്ട്. എന്തായാലും 1925 കാൺപൂരിൽ വെച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപം കൊള്ളുന്നത്. 1930 മുതൽ 1960 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസം വലിയ രീതിയിൽ പ്രചരിക്കുന്നത്. തെലങ്കാനയിലുണ്ടായ വിപ്ലവവും സമരങ്ങളും എല്ലാം കർഷകർക്കും തൊഴിലാളികൾക്കും ഇടയിൽ കമ്മ്യൂണിസത്തിന് വലിയ സ്വാധീനം ഉണ്ടാക്കി. ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസം വിപ്ലവത്തിലൂടെയാണ് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. എന്നാൽ ലോകത്തിൽ ആദ്യമായി കമ്മ്യൂണിസം ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ചത് 1957 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കേരളത്തിലാണ്. പിന്നീട് 1977 വെസ്റ്റ് ബംഗാളിലും 1978 ത്രിപുരയിലും കമ്മ്യൂണിസം വിജയിക്കുന്നുണ്ട്. ഇന്ന് 2026 ആകുമ്പോഴേക്കും വെസ്റ്റ് ബംഗാളിൽ ഒരു MP-യോ ഒരു MLA പോലും ഇല്ല. ത്രിപുരയിലുള്ളത് ആകെ 11 MLA-മാർ മാത്രമാണ്. എന്നാൽ കേരളത്തിൽ മാത്രം കമ്മ്യൂണിസം ഇത്രയും സ്ട്രോങ് ആവാൻ കുറച്ച് കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഹൈ ലിറ്ററസിയും പൊളിറ്റിക്കൽ അവയർനെസ്സും തന്നെയാണ്. രണ്ടാമത്തേത്, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഐഡിയോളജിയേക്കാൾ കൂടുതൽ ആളുകൾ പ്രാധാന്യം കൊടുത്തത് മതം, ജാതി, കൾച്ചർ എന്നിങ്ങനെയുള്ള ഐഡന്റിറ്റി പൊളിറ്റിക്സിനായിരുന്നു. ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അന്ന് അംബേദ്കർ, തൃണമൂൽ കോൺഗ്രസ്, BJP എന്നിങ്ങനെയുള്ള മറ്റുള്ള പാർട്ടികളെല്ലാം ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സിനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. കേരളത്തിലും ഈ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ അയ്യങ്കാളി പ്രസ്ഥാനം, ശ്രീനാരായണ പ്രസ്ഥാനം എന്നിവയുടെ കൂടെ നിന്നതോടുകൂടി ഈ പ്രശ്നം ഒരുവിധം മറികടക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. മൂന്നാമത്തത്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, സോഷ്യൽ വെൽഫെയർ എന്നീ മേഖലകളിൽ വലിയ രീതിയിലുള്ള വികസനങ്ങൾ കൊണ്ടുവരാൻ കമ്മ്യൂണിസത്തിന് സാധിച്ചിരുന്നു. നാലാമത്തത്, ത്രിപുരയിലും വെസ്റ്റ് ബംഗാളിലും കമ്മ്യൂണിസം ഭരിച്ചിരുന്നത് ഇടവേളകളില്ലാതെയാണ്. വെസ്റ്റ് ബംഗാളിൽ നീണ്ട 35 വർഷവും ത്രിപുരയിൽ 10 പിന്നീട് 25 വർഷവുമാണ് ഭരിച്ചത്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുകയും ചെയ്തു. കേരളത്തിൽ മാത്രമാണ് വളരെ ബാലൻസ്ഡ് ആയ ഒരു ഭരണമാറ്റം ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് ആശയം എന്താണെന്ന് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് കമ്മ്യൂണിസത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ധ്രുവരാത്തിയുടെയോ അല്ലെങ്കിൽ അലക്സ് പെയിൻ്റെയോ ഈ വീഡിയോ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. കമ്മ്യൂണിസം എന്ന ആശയത്തിനും അപ്പുറം അത് നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായ പോസിറ്റീവ്, നെഗറ്റീവായ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്.